ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്ത ഒരു ഡ്രാമ കണ്ടാലോ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രാമയാണ്, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു പോയ ബോയ് ഫ്രണ്ട് അവളെ തേടി വീണ്ടും മടങ്ങിയെത്തിയാലോ? ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്കും കൂടി ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കയറി ഒന്ന് ഫോളോ ആക്കണേ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനും കൂടി റൊമാൻസ് ചെയ്യുകയാണ്. ഹീറോയിന്റെ മൈൻഡ് വോയിസ് ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും എന്റെ ബോയ് ഫ്രണ്ടും 5 വർഷമായി ബ്രേക്കപ്പ് ആയിട്ട് 5 വർഷങ്ങൾക്കിപ്പുറം ഈ രാത്രിയിൽ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവനുമായി സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നായിരുന്നു ഹീറോയിന്റെ മൈൻഡ് വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അന്നൊരു നൈറ്റ് അവരിരുവരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഓഫീസിലിരുന്ന് ഉറങ്ങുകയായിരുന്ന ഹീറോയിനെ ആവട്ടെ അവളുടെ ഫ്രണ്ടാണെങ്കിൽ നീ ഇന്നലെ കക്കാൻ വല്ലതും പോയിരുന്നോ, നേരം വെളുത്തപ്പോഴത്തേക്കും കിടന്നുറങ്ങുകയാണോ എന്നൊക്കെ കുശലം ചോദിക്കുന്നു. അതൊന്നും ഇല്ലടി, നൈറ്റ് വളരെ ടയേർഡായിരുന്നു, അതുകൊണ്ടാ ഉറങ്ങിപ്പോയി എന്ന് ഫ്രണ്ടിനോട് അവൾ പറയുമ്പോൾ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡിയായി ഇരിക്കാൻ നോക്ക്, നമ്മുടെ പുതിയ പ്രസിഡന്റ് ഇന്നാണ് വരുന്നതെന്ന്. ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ ഇടുപ്പിന് വല്ലാതെ വേദന അനുഭവപ്പെട്ട അവളാവട്ടെ ഹീറോയെ കണ്ണുപൊട്ട ചീത്ത പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ കമ്പനിയിലേക്ക് പുതുതായി വന്നിരിക്കുന്ന പ്രസിഡന്റ് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവള് ബ്രേക്കപ്പ് ചെയ്ത് കളഞ്ഞത് ഇവനെയാണ്. ഇതേ സമയം തന്നെ ഹീറോയുടെ ഫ്രണ്ട് അവനെ വിളിച്ചിട്ട് നിന്റെ സ്വന്തം കമ്പനി ഉപേക്ഷിച്ച് മറ്റൊരു കമ്പനിയിലേക്ക് നീ ജോലി ചെയ്യാനായി വന്ന എന്തിനാന്ന് തിരക്കുമ്പോൾ ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല വന്നത്, ഒരാൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്ത് കമ്പനിയുടെ ഉള്ളിലേക്ക് കയറുന്നു. ഹീറോയിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവനെ കണ്ടതും അവള് വല്ലാതെ അമ്പരക്കുന്നുണ്ട്. ഈ ഷെൻ എന്താണ് ഇവിടെ? ഇവനാണോ തന്റെ പുതിയ ബോസ് എന്ന രീതിയിൽ അവൾ അമ്പരന്ന് മിഴിച്ചവനെ നോക്കുന്നുണ്ട്. പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ അവിടെ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു. ഫ്രണ്ട് അവൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത റൂമിലേക്കല്ലായിരുന്നു മാറി അവൾ മറ്റൊരു റൂമിലേക്കാണ് പോയി കതവ് തട്ടിയത്. അത് ഹീറോയുടെ മുറിയായിരുന്നു. അവൻ വാതിൽ തുറക്കുകയും ചെയ്യുന്നുണ്ട്. നിന്നെ കണ്ടാൽ എന്റെ എക്സ് മാതിരി ഉണ്ടല്ലോ എന്ന് അവൾ അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. അവളിങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോൾ തന്നെ അവനവിടെ പിടിച്ചു വലിച്ചവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അന്നൊരു ദിവസം അവരിരുവരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ ഹീറോയിൻ ഓർത്തെടുക്കുന്നുണ്ട്. ഹീറോ അവിടെ കമ്പനിയുടെ എല്ലാ ഡോക്യുമെന്റ്സും എടുത്തുകൊണ്ട് തന്റെ ഓഫീസ് മുറിയിലേക്ക് വരണം, ഇന്നാണ് തന്റെ അസിസ്റ്റന്റ് ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഓഫീസ് റൂമിലേക്ക് പോകുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ വളരെയധികം സന്തോഷത്തോടെ പുതിയ പ്രസിഡന്റിനെ നോക്കിക്ക് എന്തൊരു ഹാൻസം ആണെന്ന് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അതെ, എന്റെ ജീവിതം ഇനി നരകമാവാൻ പോവുകയാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഹീറോയിൻ വല്ലാതെ വിഷമത്തോടെ ഇവിടെ നിൽക്കുന്നു. ഹീറോയിന്റെ പേരാവട്ടെ ജിങ്ഷി എന്നാണ്. എല്ലാവരും കൂടി ഡോക്യുമെന്റ്സ് എടുത്ത് ഹീറോയുടെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കെ എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് ഹീറോയിനോട് മാത്രമായി അവിടെ നിൽക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. തനിക്കിപ്പോൾ ഒരു അസിസ്റ്റന്റ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തുദവിയാണ് ഞാൻ ചെയ്തു തരണ്ടേ? എനിക്കൊരു കോഫി വേണം, നീ കരഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ ചിരിക്കുന്നത് വളരെ വൃത്തികേടാണെന്ന് അവൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇത് കേട്ടയുടനെ തന്നെ അവളുടെ മുഖമാകെ ദേഷ്യവും നീരസവും കൊണ്ട് നിറയുന്നു. ഈ ലൂസിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ കോഫി എടുക്കാനായി പോകുന്നു. ഹീറോയുടെ ഓഫീസിന്റെ മുമ്പിൽ വന്നതും അവള് പതർച്ചയോടെ നിൽക്കുന്നുണ്ട്. അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഓർത്തിട്ട് പോരാ തന്നെ രാത്രിയിൽ അങ്ങനെ സംഭവിച്ചും പോയല്ലോ, എന്തായാലും ഒരു കോഫി അല്ലേ, അത് കൊണ്ടുചെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചിട്ട് അവള് കോഫി ഉണ്ടെന്ന് വെച്ചിട്ട്, സാർ നിങ്ങളുടെ കോഫി ഇവിടെ ഇരിപ്പുണ്ട്, ഇനി നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഒന്ന് നിൽക്ക്, ഈ ടൈ ഒന്ന് കെട്ടിത്തരാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഹീറോയിൻ ആ ടൈ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവൾ അത് വാങ്ങുന്ന കണ്ട ഉടനെ തന്നെ അവനാവട്ടെ അവളുടെ അടുത്തേക്ക് അവളെ നിർത്തിയതിനു ശേഷം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്നോടൊപ്പം ഇരുന്ന കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? ഇത്ര പെട്ടെന്ന് നിനക്ക് മറവി രോഗം ബാധിച്ചോ എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നു. അത്രയും അടുത്ത് വന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഈ ടൈ എങ്ങനെയാണ് നീ കെട്ടിയിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ അവളുടെ കണ്ണിലേക്ക് വയ്ക്കാൻ പോകുന്നുണ്ടെങ്കിലും തട്ടിത്തെറിപ്പിച്ചതിന് ശേഷം മതിഷൻ നിർത്തിക്കോ, നമ്മളിപ്പോൾ ഓഫീസിലാണെന്നുള്ള കാര്യം മറന്നു പോരുമെന്ന് അവൾ ദേഷ്യത്തോടെ പറയുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല, നീയാണ് മറന്നുപോയെന്ന് പറഞ്ഞ് ഹീറോ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും മാറിപ്പോവെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ തള്ളി മാറ്റുന്ന സമയത്ത് അവന്റെ കഴുത്തിൽ അവളുടെ കയ്യിലെ നഖം കൊണ്ട് മുറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം രാത്രി നീ ആഗ്രഹിച്ചാണ് എന്നോടൊപ്പം ഇരുന്നത്, ഇപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വായടച്ചു വെച്ചോ, കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ ആക്സിഡന്റ് ആയി സംഭവിച്ചതാണ്, അല്ലാതെ നമ്മൾക്കിടയിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ, എന്ത് ഒരു ബന്ധവുമില്ലേ, നീ എന്റെ ലവർ ആയിരുന്നു എന്നുള്ള കാര്യം മറന്നു പോരെന്ന് ഹീറോ പറയുമ്പോൾ, ഇത് ഓഫീസാണ്, നിങ്ങൾ എന്റെ ബോസും, ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മാത്രം മതിയാവുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് അവളുടെ ടേബിളിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ ടേബിളിലേക്ക് ചെന്നിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്താടി പനി വല്ലതും ഉണ്ടോ എന്ന്. അവളുടെ നെറ്റിയിലേക്ക് കൈവച്ച് നോക്കുന്നുണ്ട്. അതൊന്നും ഇല്ലടി, എനിക്ക് തീരെ വയ്യ. ശരി നീ കിടന്നോ, ഞാൻ ജോലികൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഫ്രണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവൻ വരുന്നത് കണ്ടതും ഹീറോയിൻ എഴുന്നേറ്റിരിക്കുന്നു. ഇതേ സമയം തന്നെ ഫ്രണ്ട്, ബോസ് നിങ്ങളുടെ കഴുത്തിന് എന്ത് പറ്റി എന്ന് തിരക്കുന്നു.
ഓഫീസിനുള്ളിൽ ഒരു വെള്ള കളർ പൂച്ചക്കുട്ടി തന്നെ അള്ളിയതാണെന്ന് അവൻ മറുപടിയും പറയുന്നു. അവൻ എന്തായി പറയുന്നതെന്ന മട്ടിൽ അവളാണെങ്കിൽ മിഴിച്ചവനെ നോക്കുന്നുണ്ട്. ഹീറോയിനെ നോക്കിയിട്ട് ഹീറോ ആവട്ടെ ഒരു മുഖ്യമായ ജോലിയുണ്ട്, ഫയൽ എടുത്തിട്ട് തന്റെ കൂടെ വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഫയലുമായി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്രണ്ട് അവളെ പിടിച്ചു നിർത്തിയിട്ട് ബോസിന്റെ റൂമില് പൂച്ചക്കുട്ടികൾ ഉള്ളതായിട്ട് നീ ശ്രദ്ധിച്ചിരുന്നോ? ഞാനിതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടേ ഇല്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. ഞാനിതുവരെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ഹീറോയിന് മീറ്റിംഗിലേക്ക് പോകുന്നു. അങ്ങനെ മീറ്റിംഗിൽ എത്തിയപ്പോഴാവട്ടെ ഹീറോ മനഃപൂർവ്വം എല്ലാവരും കാണത്തക്ക വിധം തന്നെ അവന്റെ കഴുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴുത്തിന് ഇത് എന്ത് പറ്റിയെന്ന് അവിടെയുള്ള ഒരു മാനേജർ തിരക്കുമ്പോൾ പൂച്ചക്കുട്ടി അള്ളിയതാണെന്ന് അവൻ മറുപടിയും പറയുന്നു. നീയല്ലേ സാറിന്റെ അസിസ്റ്റന്റ്, സാറിന്റെ കാര്യങ്ങളൊന്നും നേരെ ചെവി ശ്രദ്ധിക്കാത്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ മാനേജർ ഹീറോയിനെ വഴക്ക് പറയുന്നു. അയാളുടെ ഈ പ്രവൃത്തി ഹീറോയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. പൂച്ച അള്ളിയന് അവൾ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? മീറ്റിംഗിന് പങ്കെടുക്കാൻ വന്നതല്ലേ നിങ്ങൾ, അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു. അതോടെ അയാളുടെ വായടയുന്നു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് അവൾ അവളുടെ ടേബിളിലേക്ക് വന്നിരിക്കുമ്പോൾ വീണ്ടും അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നമ്മുടെ പുതിയ ബോസ് എത്ര ഹാൻഡ്സമാണ്, മെയിൽ മോഡൽസ് വരെ തോറ്റുപോകുമെന്ന്. അപ്പോൾ ഹീറോയിൻ ആവട്ടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവനോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നീ വായടയ്ക്ക്, നിനക്ക് ഏത് സമയം ഇത് മാത്രമേ പറയാനുള്ളൂ? ജോലി ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുമെന്ന് പറയുമ്പോൾ അതിനിപ്പം ഞാനെന്ത് ചെയ്യാനാ? കൂടെ ജോലി ചെയ്യുന്നത് ഇത്ര ഹാൻസം ആയിട്ടുള്ള ബോസ് ആണെങ്കിൽ തീർച്ചയായും ആർക്കായാലും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തോന്നുമെന്ന് പറയുന്നു. ഹീറോയിൻ ഇതേ സമയം തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവനാണ് തന്റെ എക്സ് ബോയ് ഫ്രണ്ട് എന്നുള്ള വിവരം ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. വീണ്ടും അവൻ ഈ സിറ്റിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും? ചിലപ്പോൾ തന്നോടുള്ള റിവെഞ്ചിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. വൈകുന്നേരം ഹീറോയിൻ ആവട്ടെ 4 മണി അവൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 4 മണി കൃത്യമായപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. സാധാരണ 4 മണി അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞാനാണ്, ഇവളാണെങ്കിൽ എപ്പോഴും പതിയെ പോകാറുള്ളൂ, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഓടിപ്പോകുന്നതെന്ന് അവളുടെ ഫ്രണ്ട് മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവൾ വന്ന കാര്യം അവളുടെ അമ്മ ശ്രദ്ധിച്ചിരുന്നില്ല. അവരാവട്ടെ ആരും കാണാതെ ഒരു കേക്ക് പീസ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അമ്മ, ഇത്ര പെട്ടെന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോ? ഈ കേക്ക് നിങ്ങൾക്ക് കഴിച്ചുകൂടാന്ന് അറിഞ്ഞൂടെ എന്നും പറഞ്ഞ് അവൾ ആ കേക്ക് എടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുന്നു. ഇനി ഇങ്ങനെ ഒളിച്ചിരുന്നത് കഴിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം അയാൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ഒരു ചെറിയ പയ്യൻ ഓടി വരുന്നു. ആ ചെറിയ കുട്ടിയാവട്ടെ അമ്മേ നിങ്ങൾ മടങ്ങിയെത്തിയോ എന്ന് സന്തോഷത്തോടെ അവളുടെ കൂടെ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവളുടെ അമ്മ പറയുന്നുണ്ട്, എത്ര നാള് നീ ഈ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? അവന്റെ അച്ഛൻ ഇതുവരെയും ആരാണെന്ന് നീ വെളിപ്പെടുത്തിയിട്ടില്ല, ഇനിയെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട് തന്റെ അച്ഛൻ ബാഡ് പേഴ്സൺ ആണെന്ന്. ഉടനടി തന്നെ ഹീറോയിൻ നിലത്തേക്കിരുന്ന് കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോന്റെ അച്ഛൻ വളരെ നല്ലൊരു പേഴ്സൺ ആണ്, മോശക്കാരനൊന്നും അല്ല എന്ന്. അങ്ങനെ നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ നമ്മൾ ഇരുവരോടൊപ്പം കണ്ടേനേയില്ലോ. എന്നിട്ട് ഞാൻ ജനിച്ചതിന് ശേഷം ഇതുവരെയും അച്ഛൻ എന്നെ ഇതുവരെയും കാണാൻ വന്നിട്ടില്ലല്ലോ എന്നും ആ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ എന്ത് പറയണമെന്നറിയാതെ നിശബ്ദമാവുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം നിന്റെ അച്ഛൻ വീണ്ടും മടങ്ങിയെത്തിയിട്ടുണ്ട്. പക്ഷേ നിന്നെ പോലെ ഒരു മകൻ ഷെന്നിനുണ്ടെന്ന് ഒരിക്കലും അവൻ മനസ്സിലാക്കിക്കൂടാ. അഥവാ മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ രണ്ടുപേരും പിരിയേണ്ടി വരുമെന്ന് തന്നെ ഹീറോയിൻ വിഷമത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കൊരു കുഞ്ഞുള്ള കാര്യം ആരും അറിയരുതെന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹീറോയിനെ ഒരു ഫോൺ കോൾ ശല്യപ്പെടുത്തുന്നുണ്ട്. വേറെ ആരുമായിരുന്നില്ല, ഹീറോ ആയിരുന്നു. ഞാനൊരു ക്ലബിലുണ്ട്, ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോ എന്ന് അവളടുത്ത് പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ കമ്പനി HR-നെ വിളിച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. റിസൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല, നീ കോൺട്രാക്ട് സൈൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇനി റിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ നൽകണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. ഉടനടി തന്നെ ഹീറോയിൻ കോള് കട്ട് ചെയ്തിട്ട് ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് ഗെയിംസ് ഒക്കെ കളിക്കുകയായിരുന്നു. അതേസമയമാണ് ഹീറോയിൻ അകത്തേക്ക് കടന്നു വരുന്നത്. ഹീറോയിനെ കണ്ടതും ആ പെൺകുട്ടിയെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിരുവരും ഹീറോയിനെ സൈറ്റ് അടിക്കുന്നു. ഹീറോയിൻ മുഖത്തൊരു ചിരിയൊക്കെ വിടർത്തിക്കൊണ്ട് ഹീറോ അടുത്ത് വന്ന് സാർ എന്ന് വിളിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ തന്റെ കയ്യിലുള്ള ഒരു ഇയറിംഗ്സ് എടുത്തിട്ട് അവരെ 3 പേരും കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നോടൊപ്പം ഒരു പെൺകുട്ടി സ്റ്റേ ചെയ്തിരുന്നു, അവളുടെ ഇയറിംഗ് ആണിത്, ആരാണതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് കേട്ടപ്പോൾ അതിലൊരു യുവാവ് പറയുന്നുണ്ട്, എടാ നിന്റെ കയ്യിലിരിക്കുന്ന ഇയറിംഗ്സും ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസും ഒരുപോലത്തെയാണല്ലോ എന്ന്. ഇതുപോലുള്ള ചെയിനും ഇയറിംഗ്സും ഒക്കെ എത്രയോ പെൺകുട്ടികളുടെ കയ്യിൽ കാണും, എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഞാനാണോ പെൺകുട്ടി എന്ന് ഹീറോയിൻ ദേഷ്യത്തോടെ തിരക്കുമ്പോൾ തന്നെ ഹീറോ ആവട്ടെ അവളുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോകാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹീറോയിൻ അവനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെയും കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് പോകുന്നു. അവളുടെ കയ്യിൽ കിസ് ചെയ്തതിന് ശേഷം ഇന്ന് നൈറ്റ് എവിടേക്കും പോരുത്, എന്നോടൊപ്പം തന്നെ കാണണം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നടന്നത് ആക്സിഡന്റായി സംഭവിച്ചതാണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? ആവശ്യമില്ലാതെ ഓരോന്ന് പറയാതെ മാറി നിൽക്കുന്ന തന്നെ ഹീറോയിൻ പറയുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്തതല്ല ഉള്ളത് തന്നെയാണ് പറയുന്നത് എന്നും പറഞ്ഞ് അവളുടെ ചെവിയുടെ അരികിലേക്ക് ചെന്നിട്ട് നീ എനിക്ക് മാത്രമാണ് സ്വന്തം, വേറെ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല, നീ ഇന്നും എന്നോടൊപ്പം സ്റ്റേ ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ എന്റെ ആക്ഷൻസ് വേറെ ലെവലിലായിരിക്കുമെന്ന് പറയുന്ന കേട്ടപ്പോൾ ശരി സ്റ്റേ ചെയ്ത് തൊലയ്ക്കാമെന്ന് തന്നെ അവൾ ദേഷ്യത്തോടെ പറയുന്നു. ഹീറോ ഉടനടി തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ദേഷ്യത്തോടെ തന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നേന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റിയതിനു ശേഷം
നീ ഓഫീസിലാണ് എൻ്റെ ബോസ്. ഓഫീസ് ടൈമിൽ മാത്രം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അല്ലാതെ കണ്ട നേരത്തൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതെ, ജോലി തീരാനുള്ള സമയമായതല്ലേ ഉള്ളൂ. ഞാൻ എന്നോട് ഒരു കാര്യം പറയുകയാണ്. ഞാൻ എൻ്റെ ബോസായ സ്ഥിതിക്ക് ഇന്ന് നൈറ്റ് എന്നോടൊപ്പം നീ സ്റ്റേ ചെയ്തേ മതിയാവുന്ന ഒരു കൂസലുമില്ലാതെ അവളുടെ അടുത്ത് അവൻ പറയുന്നു. ഹീറോയിനാണെങ്കിൽ ദേഷ്യത്തോടെ തന്നെ അവന്റെ കരണത്തൊരടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേസമയം ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ മടങ്ങി വന്നത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ്. സ്വപ്നത്തിൽ പോലും തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോവുമെന്ന് കരുതേ വേണ്ടാന്ന് ചെറു ചിരിയോടെ തന്നെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നീ ഇത് കണ്ടോ? കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും 10% സാലറി കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല സാറിന്റെ അസിസ്റ്റന്റിന് 10% സാലറി കൂട്ടിയിട്ടുണ്ടെന്നും വളരെ സന്തോഷത്തോടെ പറയുന്നു. ഇനി എന്തായാലും ഈ കമ്പനി വിട്ട് താൻ പോകുന്നില്ല എന്നും ആ പെൺകുട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ താൻ എന്തൊരു അൺലക്കിയാണ്. റിസൈൻ ചെയ്ത് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ സാലറി വർദ്ധിപ്പിച്ചത്. ഇനി എന്ത് ചെയ്യുമെന്ന് ഹീറോയിൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് സ്കൂളിലെ മെസ്സേജ് വരുന്നുണ്ട്. ഈ വർഷം നിങ്ങളുടെ മകന് 4 വയസ്സായില്ലേ, തീർച്ചയായും അവനെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. മോനെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ പണമുണ്ടായാലേ മതിയാവൂ. ഇപ്പോൾ ഇവിടം വിട്ട് റിസൈൻ ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് ഹീറോയിന് തോന്നുന്നു. 3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഡോക്യുമെന്റുമായി ബോസിന്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഹീറോയിന്റെ അടുത്ത ഫ്രണ്ട് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നേ എന്ന് ദേഷ്യത്തോടെ തന്നെ ഹീറോയിൻ അവന്റെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ഓഫീസ് റൂമിലെത്തി ഫയല് വെച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ എവിടെ പോകാൻ നോക്കുകയാണ്. എനിക്കിപ്പോൾ ഫ്രഷ് ആവണം, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഡ്രസ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കമ്പനി പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്കാണെങ്കിൽ പ്രത്യേക മുറി വരെ ഉണ്ടായിരുന്നു. അവനാവട്ടെ പിന്നിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസം നൈറ്റ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത പോലെ ഇപ്പോഴും ചെയ്തോടെ ഇന്ന് അവളടുത്ത് തിരക്കുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായ കാര്യങ്ങൾ പറയരുതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റായി തന്നെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞ് അവളവനെ വിലക്കുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പ്രൈവറ്റായി തന്നെ കാര്യങ്ങളൊക്കെ ഇരുന്നാൽ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ച് അവന്റെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഹീറോ പുറത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് മുഖം തിരിക്കുന്നുണ്ട്. നീ എന്തിനാ മുഖം തിരിച്ചത്? ഇതിനു മുമ്പ് എന്നെ ഇങ്ങനെ നീ കണ്ടിട്ടില്ലേ? എത്രയോ പ്രാവശ്യം നിന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിനക്ക് ഇവിടെ നിന്നാ ലജ്ജ വന്നേന്ന് അവൻ തിരക്കുന്നു. സാർ, എനിക്ക് ഒരുപാട് ജോലികളുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും എവിടെ പോകാനാണ് ഈ നോക്കുന്നത്? ആ ഫയൽസ് ഒക്കെ എനിക്ക് എടുത്തതാ എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾ ഫയൽ എടുക്കുന്ന സമയം കൊണ്ട് ഹീറോ ആവട്ടെ പിന്നിൽ നിന്ന് അവളെ ഹഗ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒരു 5 മിനിറ്റ് നീ എന്നോടൊപ്പം തന്നെ നിൽക്ക്, ഞാൻ ഉറങ്ങിയതിനു ശേഷം പൊക്കോ എന്ന് അവൻ പറയുന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ അത് അനുസരിക്കേണ്ടി വരുന്നു. അങ്ങനെ അവനാവട്ടെ അവളെ ചേർത്ത് പിടിച്ചുറങ്ങുന്നു. പിന്നീട് ഹീറോ ഉറങ്ങിയപ്പോൾ ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ ഹീറോയിൻ അവനെ ഉപേക്ഷിച്ച് പോകുന്ന പോലെ ഒരു സ്വപ്നം ഹീറോ കാണുന്നുണ്ട്. എന്നെ വിട്ടു പോവരുത്, നിനക്കിനി എന്നെ ആവശ്യമില്ല എന്ന് ഹീറോ അലറി വിളിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവന്റെ കണ്ണിൽ നിന്ന് അതേസമയം കണ്ണീരും പൊടിയുന്നു. പിറ്റേ ദിവസം ഹീറോ ഓഫീസിലിരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു എന്നൊക്കെ ആ വ്യക്തി പറയുന്നത് കേട്ടപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെങ്കിൽ അത് ലവ് ആയിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ശരിക്കും അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും അവൾ എന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചു എന്നും അവൻ പറയുന്നു. ഇതാണോ എന്തോ ആ ഹതഭാഗ്യയായ പെൺകുട്ടി, നിന്നെ വിവാഹം കഴിച്ചതിന് നിന്നെ സഹിക്കണ്ടേ? എന്തായാലും കുറച്ച് ഫ്ലവേഴ്സ് ഗിഫ്റ്റ്സ് ഒക്കെ ആദ്യപടിയായി അയച്ചു കൊടുക്കാൻ ഹീറോ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഹീറോയിൻ ആവട്ടെ ഒരു ഫ്ലവർ ബൊക്കെയും പിടിച്ചുകൊണ്ട് അവളുടെ ടേബിളിലേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് അവളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ആരാ അയച്ചതാണെന്ന്. അവൾക്കും അറിയില്ലായിരുന്നു അത് ആരാണ് അയച്ചതെന്ന്. ഹീറോയിനും അത് കണ്ടിട്ട് ആകെ ഷോക്കായിരിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് ഹീറോ വന്നിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, തന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുന്നത്. ഹീറോയിനെ ആവട്ടെ നേരെ ഹീറോയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവനാവട്ടെ പിന്നിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചതിന് ശേഷം കുറച്ചു നേരം റൊമാൻസ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. ഹീറോയിനാവട്ടെ അവനെ തട്ടിമാറ്റിയതിനു ശേഷം നീ ചുമ്മാ ഭ്രാന്ത് പറയാതിരിക്കെ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് ഹീറോ കയറിപ്പോകുന്നു. ഇതേസമയം തന്നെ ഹീറോയ്ക്ക് ലഭിച്ച മെഡൽസും ട്രോഫിയൊക്കെ ഹീറോയിന്റെ കണ്ണിൽ പെടുന്നുണ്ട്. അവൾ അതിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്നു. ഇതേസമയം തന്നെ അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തെടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് റേസിംഗ് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ റേസിംഗിൽ വിൻ ചെയ്ത സമയത്ത് ഹീറോയിനെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ജിൻഷി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇതൊക്കെ ഓർത്തെടുത്ത ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്തവിടെ നിൽക്കുമ്പോഴായിരുന്നു ഹീറോ അവിടേക്ക് കടന്നു വരുന്നത്. പൈസകളെല്ലാം നോക്കിക്കൊണ്ട് തന്നെ നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൾ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ടേബിളിനടുത്തുള്ള ചെയറിലേക്ക് അവളെ ഇരുത്തുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ആദ്യം നീ എൻ്റെ അടുത്തുനിന്ന് എപ്പോഴും അകലം പാലിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തുനിന്ന് കുറച്ച് അകലേക്ക് മാറിയിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയതിനു ശേഷം ഫുഡ് വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ തന്നെ അവളത് മുഴുവനും കഴിക്കുന്നുമുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഹീറോ അവിടെ അവളെ കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന് നിൽക്ക്, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഒഴിവായി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിനെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ വീട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുന്നുണ്ട്. അവരിരുവരും ഇത്ര ക്ലോസ് ആയിരിക്കുന്ന കണ്ടിട്ട് ആ പെൺകുട്ടി വല്ലാതെ ഷോക്കാവുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയുടെ അടുത്ത് നിന്ന് ഹീറോയിൻ ചാടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്തിനാ ഇവിടെ വന്നതെന്ന് ദേഷ്യത്തോടെ തന്നെ ആ പെൺകുട്ടിയോട് അവൻ തിരക്കുന്നു. ആന്റി പറഞ്ഞിരുന്നു നീ ജംഗ്ഷൻ സിറ്റിയിലുണ്ടെന്ന്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ടീ കേക്കുമായി വന്നിരിക്കുകയാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. എനിക്കിവിടെ ഫുഡിന് യാതൊരു പന്നവുമില്ല, മേലാൽ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി എവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും ഒരു നിമിഷം ഒന്ന് നിൽക്ക്, ഡോറിന്റെ കോഡ് നിനക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ നീ വീടിനകത്തേക്ക് കടന്നു എന്ന് ഹീറോ അമ്പരപ്പോടെ അവളോട് ചോദിക്കുന്നു. ഇതിലെത്ര അത്ഭുതപ്പെടാൻ എന്താണുള്ളത്, നമ്മളിരുവരും ഒരുമിച്ച് വളർന്നവരല്ലേ, എന്റെ വീടിന്റെ പാസ്വേഡൊക്കെ ഞാൻ അറിയാതിരിക്കോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ ആവട്ടെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ, ഞാൻ അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ അവിടെ നിന്ന് പോകുന്ന കണ്ടിട്ട് ജിങ്ഷി തന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ എന്ന ഭയം ഹീറോയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ പിന്നാലെ തന്നെ അവനും പോകുന്നു. കാറിൽ മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയും ഹീറോയിനും ലവേഴ്സ് ആയിരുന്ന സമയത്ത് അവളുടെ അമ്മയ്ക്ക് അർജന്റായി സർജറി ചെയ്യുകയും വേണമായിരുന്നു. അതിനായി $5 മില്യൺ വേണം. പക്ഷേ സർജറിക്ക് ആവശ്യമായ പണം ഹീറോയിന്റെ പക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ ഹീറോയെ വിളിക്കുന്നുണ്ട്. പക്ഷേ കോൾ അവൻ എടുത്തില്ല. അതേസമയം തന്നെ ഹീറോയുടെ അമ്മ അവളെ വിളിപ്പിക്കുന്നുണ്ട്. അവരെ കാണാനായി ഹീറോയിൻ പോകുന്നുമുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് കേൾക്കുമായ ഒരു പെൺകുട്ടി വന്നായിരുന്നല്ലോ, അവളുടെ പേര് ലിസ എന്നാണ്. ഹീറോയും ലിസയും ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരാണ്. ഹീറോയുടെ സ്റ്റാറ്റസിന് തേരുന്ന തക്ക വിധമുള്ള ഒരു ഫാമിലിയാണ് ലിസയ്ക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അമ്മയ്ക്ക് അവരിവരുടെ വിവാഹം നടത്തിവെക്കണമെന്നാണ് ആഗ്രഹം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയുമായി ചേർന്ന് പോകില്ല. ലിസയ്ക്കും ഷെന്നിനും തമ്മിൽ വിവാഹം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെ വളരെ റിച്ചും സ്റ്റാറ്റസുമുള്ള ഒരു ഫാമിലിയാണ് അവരുടേതും. നിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടക്കുകയില്ലേ, ഒരുപാട് പണം ആവശ്യമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ദാ ഈ കാർഡിൽ $3 മില്യൺ ഉണ്ട്, ഇത് നീ എടുത്തിട്ട് എൻ്റെ മകനെ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ പണം കൊണ്ട് തൻ്റെ അമ്മയെ രക്ഷിക്കാനാവുമെന്ന് കരുതിക്കൊണ്ട് ഹീറോയിൻ ആ പണം സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ഹീറോയെ അവൾ വിട്ടുപോകുന്നതും. ഇതൊക്കെ ആലോചിച്ച് കാറിനുള്ളിലിരുന്ന് ഹീറോയിൻ വല്ലതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. ആ പെൺകുട്ടി ലിസയാണെന്ന് ഹീറോയിന് നന്നായി മനസ്സിലായിരുന്നു. ഹീറോ ആവട്ടെ കാർ കൊണ്ടുവന്ന് ഹീറോയിൻ സഞ്ചരിച്ച കാറിന്റെ കുറുക്കിന് കൊണ്ടുവന്ന് നിർത്തുന്നു. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് വീട്ടിലേക്ക് പോകണം, വഴിയിൽ നിന്ന് മാറാൻ തന്നെ ഹീറോയിൻ പറയുന്നു. ഇതേ സമയം തന്നെ ഡ്രൈവറും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറക്കി വിടും, അന്നേരം പറഞ്ഞാൽ മതി, വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യാതെ എന്ന്. അങ്ങനെ ഡ്രൈവർ കാർ മുന്നോട്ടെടുക്കുമ്പോൾ ഹീറോ ആവട്ടെ ആ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ നീ എന്തിനാണ് കരഞ്ഞെന്ന് അവൻ തിരക്കുന്നുണ്ട്. എനിക്കും ലിസയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവൾക്ക് എങ്ങനെ പാസ്വേഡ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ എൻ്റെ അമ്മ കൊടുത്തതാവാം, ഞാൻ കള്ളമല്ല പറയുന്നത്, നീ എന്നെ വിശ്വസിക്കണമെന്ന് തന്നെ അവൻ പറഞ്ഞവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോയിന്റെ മകനും അമ്മയും കൂടി വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. ഹീറോയിൻ അവരിരുവരെയും കണ്ടതും വല്ലാതെ ഷോക്കാവുന്നുണ്ട്. അഥവാ ആ കൊച്ചുകുട്ടി അവളെ അമ്മയെന്നെങ്ങാനും വിളിച്ചുകൊണ്ട് വന്നാൽ തീർച്ചയായും തന്റെ കള്ളങ്ങളെല്ലാം പിടിക്കപ്പെടുമല്ലോ എന്ന് അവൾ ഉള്ളിൽ ഭയന്നു. അവൾ അമ്പരപ്പോടെ നോക്കുന്നത് കണ്ടിട്ട് ഹീറോയും അവിടേക്ക് നോക്കുന്നു. ഇവിടെ നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. ഹീറോ തന്റെ മകനെ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ദിയ, അല്ലു, ലൈല, ഷഹാല, ഷഫ, അൻഷ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഡ്രാമ എങ്ങനെയുണ്ടായിരുന്നെന്നും എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നെന്നും തീർച്ചയായും കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ പുതിയതായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് എപ്പിസോഡുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.